എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ രണ്ട് രീതിയിലുള്ള കൊണ്ടാട്ടമുളകാണ് കാണിക്കുന്നത്. മാർക്കറ്റുകളിൽ നിന്നൊക്കെ നമ്മൾ കൊണ്ടാട്ടമുളക് മേടിക്കാറുണ്ടല്ലോ. മിക്കവാറും മാർക്കറ്റുകളിൽ നിന്ന് മേടിക്കുന്ന കൊണ്ടാട്ടമുളകിൽ തൈര് ചേർക്കാതെ ഉപ്പ് മാത്രം ചേർത്ത് ഉണക്കുന്ന മുളകാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ വളരെ അപൂർവമായിട്ട് തൈര് ചേർത്ത മുളക് നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ തൈർമുളക് എന്നാണ് ഇവർ പറയാറ്. ഈ തൈര് ചേർത്തുണങ്ങിയ മുളകും തൈര് ചേർക്കാത്ത ഉണങ്ങിയ മുളകിനും രുചിക്ക് വ്യത്യാസമുണ്ട്. നമുക്ക് ഈ രണ്ട് രീതിയിലുള്ള കൊണ്ടാട്ടമുളക് ഒന്ന് ഉണ്ടാക്കി നോക്കാം. പച്ചമുളക് ധാരാളമായിട്ട് കിട്ടുന്ന സമയത്ത് അതും നല്ല എരിവുള്ള പച്ചമുളകായിരിക്കണം. അതാണ് ഈ കൊണ്ടാട്ടമുളക് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. നമുക്ക് കൂടുതലായിട്ട് മേടിച്ച് ഇത് ഉണങ്ങി വെക്കാം. മഴക്കാലമൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കതൊരു മുതൽക്കൂട്ടായിട്ടിരിക്കും. ഈ രണ്ട് രീതിയിലുള്ള കൊണ്ടാട്ടമുളക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 150 ഗ്രാം കൊണ്ടാട്ടമുളക്. ഇതുപോലെയുള്ള നീളം കുറഞ്ഞിട്ട് വണ്ണമുള്ള നല്ല എരിവുള്ള മുളകായിരിക്കണം കൊണ്ടാട്ടമുളക് ഉണ്ടാക്കാൻ എടുക്കുന്നത്. ഇനി ഇതിന് പകരം നല്ല കാന്താരി മുളകിലും ഉണ്ടാക്കാം, അതുപോലെ നീളമുള്ള നല്ല എരിവുള്ള പച്ചമുളകിലും ഉണ്ടാക്കാം. പക്ഷേ ഏറ്റവും നല്ലത് രുചിയുള്ളതും ഇതുപോലെയുള്ള മുളകിലുണ്ടാക്കുന്നതാണ്. 1 കപ്പ് പുളിയുള്ള തൈര്, നല്ല പുളിയുള്ള തൈരായിരിക്കണം. ഇത് കട്ട തൈരൊന്നും വേണ്ട, നമുക്കൊന്ന് ഉടച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇച്ചിരി ലൂസായ തൈര് മതി ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാൻ ഏറ്റവും നല്ലതാണ്. 1 ടേബിൾ സ്പൂൺ ഉപ്പുകല്ല്. ഇനി ഉപ്പുകല്ലിന് പകരം പൊടിയാണേലും എടുക്കാം. ആദ്യമേ ഈ മുളകൊന്ന് കീറിയെടുക്കണം. മുഴുവനും കീറിയെടുക്കണ്ട, ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുത്താൽ മതി. കാരണം അങ്ങനെ വരയിടുന്നത് ഉപ്പും ഈ തൈരും ഒക്കെ ഇതിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. 2 വശവും പിടിക്കണ്ട, ഒരു വശം മാത്രം ഇതുപോലെ ഒന്ന് കീറിയെടുത്ത് വെക്കണം. നമുക്ക് എല്ലാ മുളകും അങ്ങനെയൊന്ന് ചെയ്യാം. ഇതുപോലെ മതി. ഇതുപോലെ ഈ മുളകെല്ലാം ഇതുപോലെ കീറി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇപ്പം കഴുകി എടുത്ത് വെച്ചിരുന്നതാണ്, അത് കഴിഞ്ഞാണ് ഇത് കീറി വെച്ചത്. ഇനി ഇത് 1 ദിവസത്തെ വെയിൽ കൊള്ളിക്കണം. ഇപ്പം ഇതിനകത്ത് തൈരും ഉപ്പും ചേർക്കുന്നില്ല. 1 ദിവസത്തെ വെയിലൊന്ന് കൊള്ളിച്ചിട്ട് വേണം ഇതിൻ്റെ അകത്ത് തൈരും ഉപ്പും ചേർക്കാനായിട്ട്. നമുക്കിത് വെയിലത്ത് ഉണക്കാം. ഇപ്പോൾ ഇത് 1 ദിവസം ഒന്ന് വെയിൽ കൊള്ളിച്ച് ഉണക്കിയതാണ്. ഇതുണ്ട്, ഇതുപോലെയായി. എല്ലാം ഒന്നും അങ്ങനെ ആയിട്ടില്ലെങ്കിലും മിക്കതും തന്നെ ഇതുപോലെ കളറ് മാറിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് ഒരു ചെറിയ വെള്ളമയം മുളകിനകത്തുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമ്മൾ നേരിട്ട് തൈര് അങ്ങോട്ട് ചേർക്കാതെ ആ വെള്ളം ഒന്ന് വെയിലത്ത് വെച്ച് വലിഞ്ഞു കഴിഞ്ഞിട്ട് തൈര് ചേർക്കുന്നതാണ് നല്ലത്. ഞാൻ ഇതൊരു മൺചട്ടിയിലാണ് ഉപ്പിട്ട് വെക്കുന്നത്. ഉപ്പും തൈരും എല്ലാം കൂടെ ചേർക്കുന്നത്. ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് തൈര് ചേർത്തൊന്ന്, ഉപ്പ് കല്ലുപ്പും കൂടെ ആയതുകൊണ്ട് അതൊന്ന് നന്നായിട്ട് അലിത്ത് വരണം. അത് നമുക്കതൊന്ന് ഇങ്ങനെയൊന്ന് അലിയിച്ചെടുക്കാം. പൊടിയാണേലും ഇട്ട് ഇങ്ങനെ ഒന്ന് അലിയിച്ചിട്ട് വേണം മുളക് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാൻ. ഇപ്പം ഈ ഉപ്പ് ഇതിൻ്റെ അകത്ത് അലിഞ്ഞിട്ടുണ്ട്. വെയിൽ കൊള്ളിച്ച് വെച്ചിരിക്കുന്ന മുളക് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഉപ്പും തൈരും കൂടെ ഇട്ട് മുളകും അതിൻ്റെ അകത്ത് ഇട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെക്കാം. ഒരു രാത്രി മുഴുവൻ ഇരുന്ന് നാളെ രാവിലെ എടുത്ത് വീണ്ടും വെയിലത്തിടാം. ഇങ്ങനെ നല്ലവണ്ണം ഉണങ്ങുന്നത് വരെ ചെയ്യണം. വീണ്ടും ഇതിൻ്റെ അകത്ത് തൈരുണ്ടെങ്കിൽ നാളെ ഉണങ്ങിയതിന് ശേഷം വീണ്ടും ഈ തൈരിനകത്തോട്ട് തന്നെ എടുത്തിടണം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 150 ഗ്രാം മുളക്. ഇത് നല്ല എരിവുള്ള മുളകാണ്. കൊണ്ടാട്ടം മുളക് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. ഇനി അതല്ലെങ്കിൽ ഇതുപോലെയുള്ള പച്ചമുളക് നല്ല എരിവുള്ളത് കൊണ്ടും ഉണ്ടാക്കാം. അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം കൂടെ ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഉപ്പുകല്ല്. ഇനി ഉപ്പുകല്ലില്ലെങ്കിൽ ഉപ്പുപൊടി 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. കുറച്ച് വെള്ളം. വെള്ളത്തിന് അളവൊന്നുമില്ല. നമുക്ക് ഈ മുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനാവശ്യമുള്ള വെള്ളം വേണം. വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. ഇനി അതിലേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് അതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം.
ഒന്ന് നന്നായിട്ട് ഇളക്കണം. ഇനി ഇതൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. ഇപ്പം ഇത് 2 മിനിറ്റായി. നമുക്കൊന്ന് നോക്കാം. ഈ 2 മിനിറ്റിൽ കൂടുതൽ ഇത് വെന്ത് പോകണ്ട. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. ഇത് ചൂടാറാൻ വെക്കാം. ഇപ്പോൾ ഈ മുളക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഒരു വശം ഒന്ന് കീറിയെടുക്കണം. ഉപ്പ് അതിൻ്റെ അകത്തോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കീറിയെടുക്കുന്നത്. 2 വശവും കീറേണ്ട, ഒരു വശം മാത്രം ഇതിൻ്റെ അകത്ത് ഉപ്പൊന്ന് കീറിയാൽ മതി. അങ്ങനെ ഇതുപോലെ ഇത് നമുക്ക് മുഴുവനും ഇതുപോലെ ഒന്ന് കീറിയെടുക്കാം. ഇപ്പോൾ എല്ലാ മുളകും ഇതുപോലെ കീറി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഉപ്പിട്ട് വെക്കുന്ന ഒരു മൺപാത്രത്തിലാണ്. മൺപാത്രത്തിലേക്ക് മുളകെല്ലാം മാറ്റാം. അതിലേക്ക് ഉപ്പ് കല്ലിടുക. ഇനി നന്നായിട്ട് ഇങ്ങനെ കുടഞ്ഞു വെക്കണം. ഇത് ഒരു ദിവസം ഇങ്ങനെ മൂടി വെച്ചേക്കണം. ഇതിനിടയ്ക്ക് ഒരു 5-6 പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഇങ്ങനെ കുടഞ്ഞ് മറിച്ചുകൊണ്ടിരിക്കണം. എങ്കിലേ ഉപ്പ്, വെള്ളമൊന്നും ഇതിൻ്റെ അകത്തില്ല, ഉപ്പ് എല്ലാ മുളകിലും ചെല്ലുള്ളൂ. ഇത് നമുക്ക് മൂടി വെക്കാം. ഇന്നലെ ഉപ്പിലിട്ട് വെച്ചിരുന്ന മുളകൊന്ന് നോക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ അലുത്തിട്ടുണ്ട്. മുഴുവൻ കല്ലുപ്പായതുകൊണ്ട് ഇതിൻ്റെ അകത്ത് മുഴുവൻ അലുത്തിട്ടില്ല, ഇനിയും കിടപ്പുണ്ട്. ഉണ്ടോ? ഇനിയിപ്പം വെള്ളമയമുണ്ട്, ഇത് അലുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇന്നത് വെയിലത്ത് വെക്കാം. ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രത്തിലാണിത് വെയിലത്ത് വെക്കുന്നത്. ഇതിങ്ങനെ ഓരോന്നായിട്ട് നിരത്തി വെക്കണം. ഇതുപോലെ ഉപ്പ് മിച്ചം കിടപ്പുണ്ട്. ഇനി നമുക്ക് ഇന്ന് വെയിലത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്ന് വീണ്ടും ഈ ഉപ്പിനകത്ത് തന്നെ ഇടണം. അപ്പോൾ ഈ ഉപ്പും പാത്രം മൂടി വെക്കുക. 2 വിധത്തിൽ ഉണങ്ങിയ കൊണ്ടാട്ടമുളക് റെഡിയായി. ഇത് തൈര് ചേർത്ത് ഉണങ്ങിയതും ഇത് തൈരില്ലാതെ ഉപ്പ് മാത്രം ചേർത്ത് ഉണങ്ങിയെടുത്ത മുളകാണ്. നമ്മൾ മിക്കവാറും കടകളിൽ നിന്ന് മേടിക്കുന്നതൊക്കെ ഇതുപോലെ ഉപ്പ് മാത്രം ചേർത്ത് ഉണങ്ങിയ മുളകാണ് മിക്കവാറും കിട്ടുന്നത്. വീടുകളിലാകുമ്പോൾ നമുക്ക് തൈര് ചേർത്ത് മുളക് ഉണക്കിയെടുക്കാം. ഈ തൈര് ചേർത്ത മുളക് വറുക്കാനും ചമ്മന്തി അരയ്ക്കാനും ഒക്കെ നല്ലതാണ്. ഇതുപോലെ ഉപ്പ് മാത്രം ഇട്ട് ഉണങ്ങിയ മുളക് തൊടുകറി വെക്കാം, അതുപോലെ വറുത്തും എടുക്കാം. ഇത് 2 വിധത്തിലും നമുക്ക് മുളക് ഇങ്ങനെ കൊണ്ടാട്ടം മുളക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്ത മുളകാണിത്. ഈ 2 രീതിയിലുള്ള കൊണ്ടാട്ടം മുളകും വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളും ഒന്ന് ശ്രമിച്ചു നോക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ല നല്ല റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.